കോൺഗ്രസ് നേതാവായ ജിജോ കുര്യന് പൊതുപ്രവർത്തനത്തോളം പ്രിയപ്പെട്ടതാണ് ജാപ്പനീസ് ആയോധകലയായ കരാട്ടെ. തൃശൂർ DC സെക്രട്ടറിയായ ജിജോ ഇതിനോടകം 30,000-ലധികം കുട്ടികളെയാണ് കരാട്ടെ അഭ്യസിപ്പിച്ചിട്ടുള്ളത്. 45 വർഷമായി ഈ രംഗത്ത് സജീവമായ ജിജോയുടെ കുടുംബം ഒന്നാകെ കരാട്ടെ അഭ്യാസികളാണ്. ഒരു കരാട്ടെ കുടുംബം. തൃശൂർ പൂമലയിലെ പുളിയന്മാക്കൽ കുടുംബാംഗങ്ങളെ അങ്ങനെ വിളിക്കാം. ഗൃഹനാഥനായ ജിജോ കുര്യൻ തൃശൂരുകാർക്ക് സുപരിചിതനാണ്. കോൺഗ്രസ് പ്രവർത്തകനും DCC സെക്രട്ടറിയും എന്ന നിലയിൽ വർഷങ്ങളായി പൊതുരംഗത്ത് സജീവമാണ് ജിജോ. എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമാകും കരാട്ടെ മാസ്റ്റർ എന്ന നിലയ്ക്ക് ജിജോയെ പരിചയം. ജിജോ മാത്രമല്ല, കുടുംബമാകെ കരാട്ടെ അഭ്യാസികളാണ്. ഭാര്യ റോസമ്മ, സഹോദരൻ ജോജോ കുര്യൻ, സഹോദര ഭാര്യ ജിൻസി, മക്കളായ ജിരൻ കുര്യൻ, ജാൻവി, ജോവാൻ, എഡ്രിൻ, സെറ, മരുമകൾ ഡോക്ടർ പ്രിയ, അങ്ങനെ പറഞ്ഞു വന്നാൽ എല്ലാവരും കരാട്ടെ പയറ്റി നോക്കിയവരാണ്. കുട്ടികൾ മാറി മൊബൈലിൽ നോക്കുന്ന സമയത്ത് കുറച്ചു നേരം മൊബൈലിൽ നോക്കണം, കാലഘട്ടത്തിനനുസരിച്ചൂടെ. പക്ഷേ അവർ പോകുന്ന വഴി തെറ്റുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കരാട്ടെ എന്ന് പറഞ്ഞ പോലെയുള്ള കലകളിൽ, ആയോധന കലകളിൽ കുട്ടികളെ നിർബന്ധമായി പറഞ്ഞു വിടുകയാണെങ്കിൽ കുട്ടികൾ റാഗിങ്ങിന് പോയാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, തൊട്ടാവാടികൾ പോലെയുള്ള കുട്ടികൾ ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. 3 വർഷമെങ്കിലും കരാട്ടെ അഭ്യസിച്ചാൽ ഒരു കുട്ടിയും റാഗിങ്ങിനോ ഉപരിപഠനത്തിന് പോകുമ്പോൾ റാഗിങ് കിട്ടുമ്പോൾ ആത്മഹത്യ ചെയ്യില്ല, മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആവില്ല. 4 പതിറ്റാണ്ടിലേറെയായി കരാട്ടെ അഭ്യസിക്കുന്ന ജിജോ ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. 1979-ലാണ് കളരിയിൽ നിന്ന് കരാട്ടയിലേക്ക് ജിജോ ചുവടുമാറുന്നത്. അന്ന് കരാട്ടെ പഠിക്കണമെങ്കിൽ കളക്ടറുടെയോ SP-യുടെയോ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എന്ന കാര്യം കൗതുകത്തോടെയാണ് ജിജോ ഓർത്തെടുക്കുന്നത്. ആക്ഷൻ താരം ബ്രൂസ്ലിയോടുള്ള ആരാധനയിൽ നിന്നാണ് ജിജോ കരാട്ടെ പഠിക്കാൻ തീരുമാനിക്കുന്നത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം ട്രഡീഷണൽ ഷോട്ടോക്കൻ കരാട്ടയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ എത്തി നിൽക്കുന്നു. 45 വർഷത്തിനിടയിൽ 30,000-ഓളം കുട്ടികളെ കരാട്ടെ പഠിപ്പിച്ചു. അവരിൽ 300-ലധികം പേർ ബ്ലാക്ക് ബെൽറ്റ് നേട്ടത്തിന് ഉടമകളായി എന്നതും ജിജോയെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ന്യൂസ് മലയാളം, തൃശൂർ.